നമസ്കാരം. വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ ഒരു പെൻഷൻ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മെയ് മാസം 2 മാസത്തെ പെൻഷൻ തുകയാണ് ലഭിക്കാനുള്ളത്. ഈ മെയ് 15 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും. അതായത് മെയ് മാസത്തെ 1600 രൂപയും 2 മാസത്തെ കുടിശ്ശിക തുകയിൽ ഒരു ഗഡുവാണ് 1600 രൂപ. ഈ മെയ് മാസത്തിൽ ടോട്ടൽ 3200 രൂപ നമ്മുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്തുന്നത്. അതാരും മറക്കാതിരിക്കുക. ഇനി 2 മാസത്തെ കുടിശ്ശിക നിലവിലുണ്ട്. അത് സമയബന്ധിതമായി ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാസ്റ്ററിങ് ചെയ്തവർക്ക് എല്ലാം തന്നെ മുടക്കം കൂടാതെ പെൻഷൻ എത്തിച്ചേരും. പിന്നെ ഒരു കാര്യം പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്യുക. ഈ 2024 മാർച്ച് മാസത്തിന് മുമ്പ് മാസ്റ്ററിങ് ചെയ്തവർക്ക് 3200 കിട്ടില്ല. 2025 മാസ്റ്ററിങ് ചെയ്യുന്നവർക്ക് 3200 കിട്ടില്ല. കാരണം 2022 മാർച്ചിന് ശേഷം മാസ്റ്ററിങ് ചെയ്ത ആൾക്കാർക്കാണ് 3000 കുടിശ്ശിക തുകകൾ ഉൾപ്പെട്ട് വരുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. പിന്നീട് രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികകളുടെ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തു തീർക്കും. ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. അതിനുള്ളിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികളൊക്കെ സ്വീകരിക്കാൻ പോവുകയാണ്. പിന്നെ അർഹതയില്ലാത്തവരൊക്കെ പെൻഷൻ ഫണ്ടിൽ നിന്ന് ഒഴിവാക്കാനും പോവുകയാണ്. നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ചാനലിൽ പിന്നെ ചെയ്ത് വെച്ചേക്കാം, കമൻറ്റ് ബോക്സിലും പിന്നെ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാവരും ആ വീഡിയോകളിൽ കാണുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എന്തായാലും 15-20 ഞാൻ അക്കൗണ്ടിൽ പൈസ എത്തിച്ചേരും. അപ്പോൾ എല്ലാവരോടും പറയുക, കൂടുതൽ ആൾക്കാരോട് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ചോദിക്കേണ്ട, ഞാൻ വേറെ ആളോട് പറഞ്ഞു എന്താ വരാത്തത്. അതിന് എനിക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്നാണ് ഈ ന്യൂസുകളൊക്കെ പറയുന്നത്. സർക്കാരിൻ്റെ കാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. ചിലപ്പോൾ 1-2 ദിവസം മാറിക്കുക. അല്ലാണ്ട് ഈ വീഡിയോ കേട്ട ഉടനെ മറ്റുള്ളവരോട് പറയാൻ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, സർക്കാരിൻ്റെ കാര്യമാണ്. നമുക്ക് വാർത്തകൾ ഇങ്ങനെ സർക്കാരിൻ്റെ അറിയിപ്പ് എന്നത് നിങ്ങളിലേക്ക് എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ പറയണ പോലെയല്ല സർക്കാരിൻ്റെ ഓഫീസിൽ കാര്യങ്ങൾ നടക്കണം. സർക്കാരിന് അതായത് ന്യൂസുകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ജോലി മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഇന്ന ദിവസം വരും എന്ന് നമുക്കൊരു സൂചന ഇട്ട് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളപ്പോൾ തന്നെ വേറെ ആളോട് പറഞ്ഞ് എന്താ വരാത്തതെന്ന് വെച്ചാൽ അത് എൻ്റെ കുറ്റമല്ല. അതെല്ലാവരും ആദ്യം ഒന്ന് മനസ്സിലാക്കുക.